നമ്മുടെ കമൻറ്റിൽ വന്ന ഒരു മെമ്പറായിട്ടുള്ള ഒരു കുട്ടിയുടെ ഡൗട്ടാണ്, മെമ്പർഷിപ്പിലുള്ള ഒരു കുട്ടിയുടെ ഡൗട്ടാണ്. ഒരു ഡേ 8 മണിക്കൂറൊക്കെ പഠിച്ചാൽ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ലേ? കൂടെ പഠിക്കുന്നവർക്ക് മിനിമം 10 മണിക്കൂർ പഠിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ടൈമിൽ അല്ല ക്വാളിറ്റിയിലല്ല ഇമ്പോർട്ടൻസ്. അത് എക്സസൈസ് സംബന്ധിച്ച് 10 മണിക്കൂറൊക്കെ പഠിക്കണം. ഐ തിങ്ക് എല്ലാവരും 10 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന വരില്ലല്ലോ. ബിക്കോസ് ഓക്കെ സപ്പോർട്ട് 8 മണിക്കൂറാണെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? അപ്പോൾ മെമ്പർഷിപ്പിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഷെഡ്യൂൾ തരുന്നുണ്ട്. ആ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട് മാത്സ് എന്ത് ചെയ്യണം, റീസണിങ് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് GK. അപ്പോൾ മാത്സ് നമ്മുടെ റീസണിങ് ഇംഗ്ലീഷ് GK ചെയ്യേണ്ട ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാര്യങ്ങൾ അത് ചെയ്ത് തീർക്കണം. ഡെയിലി മാത്സിൻ്റെ കാര്യമാണെങ്കിൽ കാൽക്കുലേഷൻ എക്സസൈസ് ക്ലാസ്സുകൾ കാണേണ്ട ആവശ്യമുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ ക്ലാസ് കാണണം, അത് പഠിക്കണം. പിന്നെ ഈ ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് റീഡിങ്ങിനുള്ള സാധനം തരുന്നുണ്ട്, വൊക്കാബുലറി പഠിക്കേണ്ട കാര്യം തരുന്നുണ്ട്, റീഡിങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ GKയുടെ ലൂസൻറ്റിൻ്റെ തരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. അത് തീർക്കുക. ഒരു ദിവസം ചെയ്യേണ്ട കാര്യം എന്താണോ അത് തീർക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ 10 മണിക്കൂർ 8 മണിക്കൂർ അതൊക്കെ വെറുതെ പറയുന്നതാണ്. ചിലപ്പോൾ ചിലർക്ക് 7 മണിക്കൂർ കൊണ്ട് എല്ലാം തീരും, അല്ലെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് തീരും. ചിലപ്പോൾ ചിലർക്ക് 12 മണിക്കൂർ എടുക്കും ഈ കാര്യങ്ങളെല്ലാം തീർക്കാൻ. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള ടാസ്കുകൾ എന്താണ്, അത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. അല്ലാതെ 8 മണിക്കൂർ പഠിക്കുന്നു, 10 മണിക്കൂർ പഠിക്കുന്നു, ഒരു കാര്യമില്ല. മിനിമം ഒരു സമയം എടുക്കുമല്ലോ ഒരു സാധനം പഠിച്ചെടുക്കാൻ വേണ്ടി. അല്ലാതെ ആരും എല്ലാ ദിവസവും 10 മണിക്കൂർ പഠിച്ച് അങ്ങനെ 365 ദിവസം പഠിച്ചിട്ടല്ല ആരും ജോലി കിട്ടുന്നത്. ചിലപ്പം 5 മണിക്കൂറേ പഠിക്കൂ, ചിലപ്പോൾ 2 മണിക്കൂർ പഠിക്കൂ. പക്ഷേ അതെന്താണ്, അവരത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകും. എന്തൊക്കെയാണോ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ. അവസാനം എന്താണ് മാറ്റർ ചെയ്യുന്നത്? നമുക്ക് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിലുള്ള സാധനമാണ് ഷെഡ്യൂളായിട്ട് തന്നിട്ടുള്ളത്. ആ സാധനം എപ്പോൾ തീർക്കുന്നോ, അല്ലെങ്കിൽ ആ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ആ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് അതെപ്പം നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നു. നിങ്ങൾക്ക് 1 മാസം കൊണ്ടാക്കാം, 2 മാസം കൊണ്ടാക്കാം, 3 മാസം കൊണ്ടാക്കാം. മാത്സൊക്കെ ആകുമ്പോൾ നമ്മൾ പഠിച്ച് നമ്മളുടെ മെത്തേഡ്, എൻ്റെ മെത്തേഡ് നിങ്ങളുടെ മെത്തേഡ് ആവണം. അതിന് ഒരു ദിവസം പഠിച്ച സാധനം പിറ്റേ ദിവസം കാണുന്നു, അടുത്ത ദിവസം കാണുന്നു, അടുത്ത ദിവസം അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ തലയിലോട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് മാത്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. റീഡിങ്ങും അതേപോലെയാണ്. അത് ഇമ്പ്രൂവ് ആയി വരുവാണ്. ഒരു ദിവസം 10 മണിക്കൂർ വായിച്ചെന്നോ 20 മണിക്കൂർ വായിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ടൈം ഒരിക്കലും അതിലൊരു ഫാക്ടർ ആവരുത്. ടൈം കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കണം. മിനിമം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സമയം എടുക്കത്തില്ല. അപ്പോൾ സമയം കാൽക്കുലേറ്റ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിനുവേണ്ടിയാണ് അവിടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പും ഇതും തരുന്നത്, ഷെഡ്യൂളും തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് തരുന്നത്, ഈ ക്വാളിറ്റി ക്ലാസ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാത്സ് തീർക്കാൻ പറ്റും. ഇതിന് പുറത്തുനിന്ന് വേറെ ഒന്നും നിങ്ങൾ കാണണ്ട. അങ്ങനെ പറഞ്ഞാണ് അവിടെ ആ ഒരു മാത്സ് സ്പെഷ്യൽ ക്ലാസ് തരുന്നത്. അപ്പോൾ ആ ക്ലാസ്, അതുപോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ആവശ്യമില്ല. അപ്പോൾ അവിടെ വേറൊരു ചോദ്യമില്ല. അത് എപ്പോൾ തീർക്കുന്നോ അപ്പോഴാണ് നിങ്ങളുടെ പഠിത്തം കംപ്ലീറ്റ് ആവുന്നത്. SSC എന്ത് ചെയ്യാൻ വേണ്ടി? SSC ക്ലിയർ ചെയ്യാൻ വേണ്ടി. അല്ല SSCക്ക് വേണ്ടി 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു വെച്ചിട്ടില്ല. അങ്ങനെ പറയാനാണെങ്കിൽ 15 മണിക്കൂർ എന്ന് പറഞ്ഞൂടെ? 15 മണിക്കൂർ കൂടുതൽ പഠിക്കുന്നവർക്ക് കൂടുതൽ കിട്ടും. അങ്ങനെയല്ല, 15 മണിക്കൂർ പഠിച്ചിട്ടും കിട്ടാത്തവരുണ്ട്,